തിരിച്ചടി ഭയാനകമായിരിക്കും. ഭയാനകമായ തിരിച്ചടി ഇസ്രായേലിന് താങ്ങാനാവില്ല. പറയുന്നത് ഹമാസ് വക്താവ് അബു ഉബൈദ. ഇസ്രായേലിൻ്റെ രഹസ്യാന്വേഷണ വിഭാഗ തലവനെ തകർത്ത് തരിപ്പണമാക്കി അദ്ദേഹത്തെ കൊന്നൊടുക്കിക്കൊണ്ട് അബു ഉബൈദ നടത്തിയ പ്രസ്താവന ഇസ്രായേലിനെ ഞെട്ടിച്ചിരിക്കുന്നു. ഇസ്രായേലിൻ്റെ രഹസ്യ അന്വേഷണ തലവൻ്റെ മൃതദേഹം സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചു കഴിഞ്ഞു ഹമാസ്. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം വമ്പൻ തിരിച്ചടി. ഇസ്രായേൽ ഇപ്പോൾ റഫേൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുകയാണ്. ഗസയിൽ നിന്ന് ശ്രദ്ധ മാറി റഫേലേക്ക് എത്താൻ ചില കാരണങ്ങളുണ്ട്. വടക്കൻ ഗസയും തെക്കൻ ഗസയും ഹമാസ് പിടിച്ചടക്കിയിരിക്കുന്നു. ഖാൻ യൂനിസും ഹമാസ് പിടിച്ചടക്കിയിരിക്കുന്നു. അവിടെ ഹമാസ് പോരാളികൾ നിരന്തരം പെട്രോളിംഗ് നടത്തുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ റഫയിലേക്ക് കടന്നു കയറി റഫ പിടിച്ചെടുക്കാൻ ശ്രമിക്കുകയാണ് ഇസ്രായേൽ. റഫയിലുള്ള അഭയാർത്ഥികളെ കൊല്ലാൻ ശ്രമിക്കുകയാണ് ഇസ്രായേൽ. അങ്ങനെ റഫേൽ അഭയാർത്ഥികളെ കഴിഞ്ഞാൽ റഫേലെ പാവപ്പെട്ട പലസ്തീൻകാരെ കൊന്നുകഴിഞ്ഞാൽ, ഗസ നിവാസികളെ കൊന്നുകഴിഞ്ഞാൽ ഇസ്രായേൽ കനത്ത വില നൽകുമെന്ന് തെളിയിച്ചു കഴിഞ്ഞു ഹമാസ്. ഹമാസ് തലവൻ അബു ഉബൈദ കൃത്യമായി പറഞ്ഞിരിക്കുന്നു, റഫേൽ ഇസ്രായേൽ നൽകിയ മനുഷ്യ വേട്ടയ്ക്ക് ശക്തമായ തിരിച്ചടി ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇസ്രായേലിൻ്റെ രഹസ്യ അന്വേഷണ തലവൻ ഹമാസിൻ്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്ന് മാത്രമല്ല, അത് ഇസ്രായേലിന് വലിയ തിരിച്ചടിയാണ്. രഹസ്യ അന്വേഷണ തലവൻ മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള സൈനികരും കൊല്ലപ്പെട്ടു എന്നാണ് റിപ്പോർട്ട്. രഹസ്യ അന്വേഷണ തലവൻ കൊല്ലപ്പെട്ടു എന്നത് സ്ഥിരീകരിച്ചു കഴിഞ്ഞു ഇസ്രായേലും ഹമാസും. ഇനി അങ്ങോട്ട് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം നല്ല വർത്തമാനമല്ല വരാൻ പോകുന്നത്. ഇവിടെ സംഘപരിവാർ അണികൾ ഇസ്രായേലിന് ജയ് വിളിക്കുന്നു. അതിനൊരു കാരണമുണ്ട്. മുസ്ലിം സമുദായത്തെ വംശഹത്യയ്ക്ക് വിധേയമാക്കിയാണ് ഇസ്രായേൽ. ക്രൂരമായ വംശഹത്യ. ആ സമുദായത്തെ തുടച്ചു നീക്കാനുള്ള ശ്രമമാണ് അവർ ഗസയിൽ നടത്തിയത്. ഈ ശ്രമമാണ് ഇസ്രായേലിന് തിരിച്ചടിയായി മാറിയത്. ഇതൊരു വെറും ഇസ്രായേൽ ഹമാസ് യുദ്ധമല്ലാതെ ഇസ്രായേലും മുസ്ലിം ജനതയും തമ്മിലുള്ള യുദ്ധമായി മാറി. അങ്ങനെ മാറ്റിയെടുത്ത് കളഞ്ഞു ഇസ്രായേൽ. അതാണ് ഹമാസിന് വമ്പൻ സപ്പോർട്ട് ലഭിക്കുന്നത്. ഹിസ്ബുള്ളയും ഹൂത്തികളും ഇസ്ലാമിക് റെസിസ്റ്റൻസും ഇസ്ലാമിക് ജിഹാദും ഒക്കെ വമ്പൻ സപ്പോർട്ടുമായി ഹമാസിന് പിന്നിൽ അണിനിരക്കുന്നത്. എന്തായാലും ഇപ്പോൾ ഇസ്രായേലിൻ്റെ രഹസ്യ അന്വേഷണ തലവനെ വധിച്ചിരിക്കുന്നു ഹമാസ്. ഹമാസിൻ്റെ വക്താവ് അബു ഉബൈദ തന്നെ ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നു. നിരസിക്കാൻ ഇസ്രായേലിന് കഴിയില്ല. കാരണം സത്യമാണ്. അവർ സോഷ്യൽ മീഡിയയിലൂടെ അത് പ്രചരിപ്പിച്ചു കഴിഞ്ഞു.